ഹലോ ഡിയർ ലോ ആസ്പിരൻസ്. 2025 ക്ലീക്ക് ആവശ്യമായ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ജോബ് സെക്യൂർ അലൈൻമെൻറ്റ്സ് ടീം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ക്ലീ പരീക്ഷയുടെ ഒരു ജനറൽ ഓവർവ്യൂ നമ്മൾ നിങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് ബി പ്രിപ്പയറിങ് ഒരു ചെറിയ വീഡിയോ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരുന്നു. GK-യിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് 40ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന ലീഗൽ എന്ന ഏരിയയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ജോബ് സെക്യൂർ അലോയ്മെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്ലീ പരീക്ഷയ്ക്ക് 2025 തയ്യാറെടുക്കുന്ന നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ മുന്നിൽ 7ഓളം മറ്റു പരീക്ഷകൾ നമുക്ക് തയ്യാറെടുക്കാനുണ്ട്. അതർ ദാൻ ക്ലീ നമുക്ക് നോക്കിക്കാണാവുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ വിശദമാക്കുന്ന വീഡിയോ ജോബ് സെക്യൂർ അലോയ്മെൻറ്റ്സ് പിന്നീട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ടാത്ത, നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഈ വരുന്ന ഡിസംബർ 20 രാത്രി 7:30 മണിക്ക് വാട്ട് ഓൾ പോസിബിൾ കരിയേഴ്സ് ഇൻ ലോ യു ക്യാൻ പെർസ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീ അല്ലാതെ നിങ്ങൾക്ക് നോക്കിക്കാണാവുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലോസിനും നിങ്ങൾക്ക് എഴുതാവുന്ന എക്സാംസ് വിശദമാക്കുന്ന ജോബ് സെക്യൂർ അലോയ്മെൻറ്റ്സ് ടീം ഒരുക്കുന്ന ഒരു വെബിനാർ ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. വൈ ഐ എം സജസ്റ്റിംഗ് ഈസ് ദാറ്റ് ഇതിൻ്റെ പലതിൻ്റെയും പരീക്ഷാ തീയതികളും അപേക്ഷിക്കേണ്ട തീയതികളും പലപ്പോഴും പല കുട്ടികളും അറിഞ്ഞു പോകുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ മാറിയ സാഹചര്യത്തിൽ ലീഗൽ പ്രൊഫഷനിലുള്ള സാധ്യതകൾ, നിങ്ങൾ നിയമം പഠിച്ചിട്ട് എവിടേക്കൊക്കെ ജോലിക്ക് സാധ്യമാകും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീ അല്ലാതെ നോക്കിക്കാണാവുന്ന എക്സാംസ് എല്ലാം വിശദമാക്കുന്ന ഒരു ഫ്രീ വെബിനാർ ജോബ് സെക്യൂർ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. So make use of this opportunity. Be very clear what all careers you have in the field of law, and also what all exams you should prepare if you wish to get into the field of law. അപ്പോൾ ഡിയർ ലോ ആസ്പിരൻസ്, നമ്മുടെ ജോബ് സെക്യൂർ അലോയ്മെൻറ്റ്സിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ ഇംഗ്ലീഷിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, GK-ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ന്യൂമറിക്കൽ എബിലിറ്റി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രിപ്പയർ ഇൻ എ ബെറ്റർ വേ ഫോർ ക്ലീ 2025. ഇന്ന് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്, വളരെ ബ്രീഫായിട്ട് ക്രിസ്പായിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയെങ്കിൽ പോലും ഇന്നും വളരെ കോറായിട്ടുള്ളൊരു ഏരിയയാണ് ലീഗൽ. അപ്പോൾ ആ ലീഗൽ ഏരിയയിൽ എന്തൊക്കെ ഹെഡിങ്ങിലാണ്, എന്തൊക്കെ തലക്കെട്ടുകളിലാണ്, എന്തൊക്കെ വിഭാഗങ്ങളിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെൻ യു ഒബ്സർവ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് 200 മാർക്കിൽ നിന്ന് 120 ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 70ഓളം ക്വസ്റ്റ്യൻസ് ലീഗലിൽ നിന്ന് വന്നിരുന്നത് 40 ക്വസ്റ്റ്യനായി 40 വന്നു. അപ്പോൾ ഇതിൽ പല കുട്ടികൾക്കും സംശയമുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ, അപ്പോൾ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ, ക്വസ്റ്റ്യൻ്റെ എണ്ണം നമ്മൾ കുറയുമ്പോൾ പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടും. കാരണം യുവർ ചോയ്സ് ഓഫ് ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. മറ്റേ നമുക്ക് 70 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗം അറിയില്ലെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പുറം 40 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഏതിൽ നിന്നാണ് കൂടുതൽ വരുന്നത്, എങ്ങനെയാണ് മുൻ വർഷങ്ങളിൽ വരുന്നത് എന്നാണ് ഞാൻ വിശദമാക്കുന്നത്. അതിൽ ലോയിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. 40-ൽ 15ഓളം ക്വസ്റ്റ്യൻ വന്നത് 5 ഇയറിൽ, 3 ഇയറിൽ 16 ക്വസ്റ്റ്യനും 5 ഇയറിൽ 14ഓളം ക്വസ്റ്റ്യൻ വന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ ഇതൊന്നും സ്പെസിഫിക് സ്റ്റാൻഡേർഡ് അല്ല. ദർ ക്യാൻ ബി ഡീവിയേഷൻസ്, ദർ ക്യാൻ ബി ഇയേഴ്സ് വെർ യു ഡോണ്ട് ഗെറ്റ് ഈവൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ബ്രീഫായിട്ട് നോക്കാവുന്ന 4 പോസിബിൾ ക്ലാസിഫിക്കേഷൻസ് ഏതാണെന്ന് വെച്ചാൽ, മുൻ വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നൊരു ഏരിയയാണ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. മൂന്നാമത് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നാലാമത് കോൺസ്റ്റിറ്റ്യൂഷനിൽ റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് ഞാനൊരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ, ഓൺ വിച്ച് ഡേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് ശരിക്കും മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഏരിയയിൽ നിന്ന് വരുന്നൊരു ചോദ്യമല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ പരാമർശിച്ച ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമായിരുന്നു.
ഇപ്പോൾ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹു വാസ് എ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, താഴെ പറയുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമല്ലാത്തത് ആരായിരുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് കാലത്ത് ചോദിച്ചിരുന്നു. ബട്ട് റീസെൻ്റ്ലി അത് കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചോദിക്കുന്നത്. ഈ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് ബോറോഡ് ഫീച്ചേഴ്സ്, ഏത് കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്തു, അങ്ങനത്തെ ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ വന്നിരുന്നു. സോ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോമ്പണൻ്റായി നമ്മൾ നോക്കുകയാണെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ വരുന്നുണ്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മേഖലയാണ്, ഐ നോ ദാറ്റ്. പക്ഷേ ജോബ് സെക്യൂർ ലോ എമിനൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ കൃത്യമായ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. യു നീഡ് നോട്ട് ബൈ ഹാർട്ട് ഓൾ ദ ആർട്ടിക്കിൾസ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്കൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ആർട്ടിക്കിൾ ഓർമ്മിച്ചെടുക്കാമെന്നും, അല്ലെങ്കിൽ ഗോയിങ് ഫോർ എൻ ഇൻ്റലിജൻറ്റ് ഗസ്സിങ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, ദർ വാസ് എ ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 360 സ്പീക്സ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് എൻ എമർജൻസി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫൈനാൻഷ്യൽ എമർജൻസി നോക്കിപ്പോയ ഒരു കുട്ടിക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്ന ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ബൈ ഹാർട്ട് പഠിച്ചു പോയൊരു സാധനമല്ല. ചിലത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ളൊരു അവബോധം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വേണം. ആ അവബോധത്തെ ബേസ് ചെയ്തിട്ട് 8 or 10 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ റിട്ട് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഹേബസ് കോർപ്പസ് മീൻസ്, അത് നമ്മൾ എന്താ പറയുക, എല്ലാ കൊല്ലം എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇക്കൊല്ലം ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ വ്യത്യാസമുണ്ടായിരുന്നു. ജനറൽ ക്വസ്റ്റ്യൻസ് ഇക്കൊല്ലം വളരെയധികം ചോദിച്ചത് റീസണിങ് ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ റീസണിങ് ബേസ്ഡിൽ വളരെ വലിയൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, ഒരു അസേർഷൻ തരുന്നു, ഒരു റീസൺ തരുന്നു, നമ്മളോട് ചോദിക്കുന്നു ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ റീസൺ ഫോർ എ, അല്ലെങ്കിൽ ഓൺലി എ ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ഓൺലി ആർ ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ബോത്ത് ആർ ഇൻകറക്റ്റ്. അത്തരത്തിലുള്ള ചോദ്യമാണ് വന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ്. പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ്സ് ദ ഗവർണർ അണ്ടർ ഹിസ് സൈൻ ആൻഡ് സീൽ, അതായിരുന്നു അസേർഷൻ. റീസണായി പറഞ്ഞത്, ആറ് തന്നത്, ഗവർണർ ഷുഡ് അറ്റൈൻ ദ ഏജ് ഓഫ് 60 ടു ബിക്കം എ ഗവർണർ ഓർ റിട്ടയർ അറ്റ് ദി ഏജ് ഓഫ് 60, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് അപ്പോയിൻറ്റിങ് ദ ഗവർണർ, പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ദ ഗവർണർ. ഗവർണർ ആവാൻ മിനിമം ഏജോ അല്ലെങ്കിൽ ഗവർണർക്ക് റിട്ടയർമെൻറ്റ് ഏജോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് കണക്ട് ചെയ്താൽ മാത്രമേ റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ എണ്ണം കുറഞ്ഞു എന്ന് നിങ്ങൾ ആശ്വസിച്ചിരിക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോർ ഏരിയയാണ്. ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ആപ്പിലും ജോബ് സെക്യൂറിയുടെ ഗൈഡിലും വളരെ കൃത്യമായി മുൻവർഷങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ആസ്പദമാക്കി തന്നെയാണ് വരുന്ന വർഷം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള മോഡ്യൂൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, വി വിൽ ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് കോമ്പണൻറ്റ്. ഇപ്പോൾ ക്ലീ പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നൊരു ഫ്രസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ഏരിയ നോക്കിപ്പോയാൽ അതിൽ നിന്ന് ചിലപ്പോൾ ചില കൊല്ലങ്ങളിൽ വന്നോളണം എന്നില്ല. പക്ഷെ പൊതുവായി പറഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒരു അനദർ 3-4 ഏരിയാസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലീഗൽ ടേംസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ലീഗൽ ടേംസ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ബെക്വസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ജനറലായി നമ്മൾ നോക്കുമ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെൻസ്രിയ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ ലീഗൽ ടേംസിൽ നിന്ന് എൻ്റെ ഒരു അനാലിസിസ് ഞാൻ കൃത്യമായി നോക്കിയിട്ടാണ് പറയുന്നത്. 3 ഇയറിൽ 3 ക്വസ്റ്റ്യനും 5 ഇയറിൽ 4 ക്വസ്റ്റ്യനും ലീഗൽ ടേംസ് എന്ന് വന്നിരുന്നു. ലീഗൽ മാക്സിംസ് മുൻ വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷം ഒന്നും കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് 70 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നപ്പോൾ ലീഗൽ ടേംസും ലീഗൽ മാക്സിംസും 10-12 ക്വസ്റ്റ്യൻ വന്നിരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഹാഡ് കം ഡൗൺ. 3-4 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ലീഗൽ മാക്സിംസ് ചോദിക്കാറുണ്ട്. വളരെ വളരെ കോമൺ ആയിട്ടുള്ള ആക്ടസ് റെസ്, നോൺ ഫാസിട്രം നിസി മെൻസ്രിയ, an act alone will not constitute an offense unless followed by a guilty mind. ക്രിമിനൽ ലോയിലെ വളരെ അടിസ്ഥാനമായ ലീഗൽ മാക്സിമാണത്. അപ്പോൾ അതുപോലെയുള്ള ഇഞ്ചൂറിയാസിനെ ഡാംനം, ഡാംനം സിനെ ഇഞ്ചൂറിയ, അങ്ങനത്തെ ലീഗൽ മാക്സിംസ്
കൃത്യമായി ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രം സിമ്പിൾ ടു ടഫ്, അതായത് ജനറലി ചോദിക്കാൻ സാധ്യതയുള്ളത് ആദ്യം നൽകുകയും പിന്നീട് ടഫായിട്ടുള്ളത് താഴോട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഗൽ മാക്സിംസ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. കഴിഞ്ഞ വർഷം ലീഗൽ ടേംസിൻ്റെ അത്ര ക്വസ്റ്റ്യൻസ് ലീഗൽ മാക്സിംസ് ഒന്നും വന്നിട്ടില്ല. ഫോറിൻ ടേംസ് ഓക്കെ, ഫെമെ കൺവർ എന്നുള്ള വളരെ വളരെ എന്താ പറയുക യുണീക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചതായിട്ട് ഞാൻ കാണുന്നു. മാരീഡ് വുമൺ എന്നാണ് അർത്ഥം. പക്ഷെ അതൊരു ലോ എൻട്രൻസ് ആസ്പിരൻറ്റ് ശ്രദ്ധിച്ചു പോകാൻ സാധ്യതയില്ല. പക്ഷേ ഫോറിൻ ടേംസിൻ്റെ ലിസ്റ്റ് നമ്മൾ ബുക്കിലും നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ നമ്മളൊരു 30ഓളം ഫോറിൻ ടേംസൊക്കെ നോക്കിപ്പോയാലും 1-2 ചോദ്യമേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ഷുഡ് ഹാവ് ആൻ ഓവറോൾ അവെയർനെസ്. കഴിഞ്ഞ വർഷം ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയയാണ് കോട്ട്സ് ഓൺ ലോ. നിയമത്തിൽ ചില കൊട്ടേഷൻസ് അല്ലെങ്കിൽ കോട്ട്സുകൾ എടുത്ത് തന്നുകൊണ്ട് ഇത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് പഠിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഹൗ വിൽ വി റാൻഡംലി അണ്ടർസ്റ്റാൻഡ്? നമ്മൾ 100ഓളം കോഴ്സ് പഠിച്ചു പോയാൽ അതിൽ നിന്നൊന്നാണ് ചോദ്യം വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു വളരെ യുണീക്കായിട്ടുള്ള, ഈവൻ നമ്മുടെ ശ്രദ്ധയിൽ അത്ര എളുപ്പത്തിൽ വരാത്തൊരു ചോദ്യമായിരുന്നു. ഇഫ് യു ഹാവ് ടു കമ്പയർ എനി ഫങ്ഷണറി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദാറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, I will compare him to the Prime Minister of India, not as the President of India. B.R. അംബേദ്കറാണ് ഈ കോട്ട് പറഞ്ഞത്. അതായത് ഇന്ത്യയുടെ ഭരണഘടന വെച്ചിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റുമായി നമ്മൾ ആരെയാണ് താരതമ്യം ചെയ്യുകയെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനെയല്ല താരതമ്യം ചെയ്യുന്നത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയാണ് താരതമ്യം ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കോട്ടാണ്, ഒരുപാട് വ്യക്തത തരുന്ന ഒരു കോട്ടാണ്. അപ്പോൾ കോട്ട്സ് ഓൺ ലോയിൽ നിന്ന് നമ്മൾ കുറേ പഠിച്ചു പോയാലും ഒരു ചോദ്യമേ വരുള്ളൂ. ബുക്സ് ആൻഡ് ഓതേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോദ്യമൊക്കെ നമുക്ക് അതിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഫെഡറേഷൻ ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞ് നിയമം പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഫെഡറേഷൻ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം ആരാണ് ഓഥർ? ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ഫെഡറേഷൻ ആൻഡ് ഫ്രീഡം? അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ ഉത്തരം നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് അടങ്ങുന്ന ഒരു ജോബ് സെക്യൂരിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ യു വിൽ ഹാവ് ടു സെൻഡ് ദി ആൻസർ ടു ദ ഗിവൺ നമ്പർ. ദ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഹൂ ഈസ് ദി ഓഥർ ഓഫ് ദ ബുക്ക് ഫെഡറേഷൻ ആൻഡ് ഫ്രീഡം? അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് പഠിക്കണം, ലീഗൽ മാക്സിംസ് പഠിക്കണം, ലീഗൽ ടേംസ് അറിയണം, ഫോറിൻ ടേംസ് അറിയണം. അപ്പോൾ ഇതിന് നിങ്ങളെ ഒന്ന് സഹായിക്കുന്ന ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കിട്ടാനുള്ള അവസരമാണ്. സോ കമൻറ്റ് ബിലോ ആസ് വെൽ ആസ് സെൻഡ് യുവർ ആൻസേഴ്സ് ഇൻ ദ ഗിവൺ നമ്പർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടും പലപ്പോഴും വിചാരിച്ചത്ര യൂട്ടിലിറ്റി വന്നില്ല എന്ന് നമ്മൾ നിരാശരാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ സബ്ജക്ട്സ്. ടെക്നിക്കലി സ്പീക്കിംഗ്, ഒരു ലോ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിക്ക് ഓൾറെഡി കോൺട്രാക്റ്റും ഇന്ത്യൻ പീനൽ കോഡും അല്ലെങ്കിൽ ക്രിമിനൽ ലോസും എവിഡൻസ് ആക്ട് പോലെയുള്ള നിയമങ്ങളും തത്വങ്ങളും ഒക്കെ അറിഞ്ഞോളെന്ന് വാശി പിടിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഐ ഡു എഗ്രി. പക്ഷേ നമുക്ക് ജനറലായിട്ട് ചോദിക്കാവുന്ന ഈ പറഞ്ഞ മേഖലയിലെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. ഇപ്പോൾ ലോ ഓഫ് ക്രൈംസ് എന്ന് തെഫ്റ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് കൈൻഡ് ഓഫ് എ പ്രോപ്പർട്ടി? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. മോഷണം എന്ന് പറയുന്നത് ഏത് തരം പ്രോപ്പർട്ടിയുമായിട്ടേ നടക്കുകയുള്ളൂ? ഇഫ് യു നോ ദി ആൻസർ പ്ലീസ് കമൻറ്റ് ബിലോ. തെഫ്റ്റ് ക്യാൻ ബി കമ്മിറ്റഡ് ഓൺലി വിത്ത് റെസ്പെക്ട് ടു വാട്ട് കൈൻഡ് ഓഫ് എ പ്രോപ്പർട്ടി? അപ്പോൾ അതിന് നമ്മൾ മുഴുവനായിട്ട് ന്യായസംഹിത പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ലോ ഓഫ് ക്രൈംസിൽ നിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ്, ഞാനിപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിളാണ്. കോൺട്രാക്റ്റ് മുഴുവനായിട്ടും ഒരു LLB സ്റ്റുഡൻറ്റ് പഠിക്കുന്ന പോലെ നമ്മൾ പഠിക്കണ്ട. പക്ഷേ എൻ എഗ്രിമെൻറ്റ് വിത്ത് മൈനർ ഈസ് വോയിഡ്. വാട്ട് ഈസ് എ വോയിഡബിൾ എഗ്രിമെൻറ്റ്? അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് വാട്ട്? ഇങ്ങനെയൊക്കെയുള്ള ജനറൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ കോൺട്രാക്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ കുറച്ചധികം ചോദ്യങ്ങൾ വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു ലോ ഓഫ് ടോർട്ട്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ടോർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സിവിൽ റോങ് മീൻസ് വാട്ട്? അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ലീഗൽ മാക്സിംസ്, ഡാംനം സിനെ ഇഞ്ചൂറിയ അല്ലെങ്കിൽ ഇഞ്ചൂറിയ സിനെ ഡാംനം, ഏറ്റവും അധികം തവണ ചോദിച്ച മുൻകാലത്തെ മാക്സിമുകളിൽ പെട്ടതാണ്. ടോർട്ട് നമുക്കങ്ങനെ ഫുള്ളായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജൂറിസ്പ്രുഡൻസ് കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ ചോദിച്ചോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ജൂറിസ്പ്രുഡൻസ് എന്ന ചോദ്യമില്ല 5 ഇയറിൽ. ഇപ്പോൾ വോൾസ്ഗേസ്റ്റ് മീൻസ് വാട്ട്?
ബെന്താമിൻ്റെ തിയറി ഏതാണ്, അല്ലെങ്കിൽ പെയിൻ ആൻഡ് പ്ലഷർ തിയറി ഈസ് ബൈ ഹൂം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം വന്നില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് 2023-22ൻ്റെയും ഒക്കെ പേപ്പർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഒരുപാട് ചോദ്യങ്ങൾ ജൂറിസ്പ്രുഡൻസ് എന്ന് വന്നൊരു കൊല്ലമാണ് 2023, എസ്പെഷ്യലി 3 ഇയർ പേപ്പറിൽ. അപ്പോൾ ഈ ഏരിയകൾ നമുക്ക് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ലോ എൻട്രൻസ് ഇപ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത പരീക്ഷയല്ല. ഇറ്റ് സ്റ്റിൽ ഇവോൾവിങ്. അതിൻ്റെ പാറ്റേണിലും അതിൻ്റെ സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിലും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. സോ ദർ ആർ സർട്ടൻ ഇയേഴ്സ് കോൺട്രാക്റ്റിൽ നിന്ന് സെക്ഷൻസ് ചോദിച്ച കൊല്ലങ്ങളുണ്ട്, അതും സ്പെസിഫിക് കോൺട്രാക്ട്സ് ചോദിച്ച കൊല്ലങ്ങളുണ്ട്. അപ്പോൾ അത് എനിക്കും പേഴ്സണലി അഭിപ്രായമുണ്ട് ഒരു ലോ എൻട്രൻസ് ചോദിക്കേണ്ടതല്ല. പക്ഷേ ദാറ്റ്സ് വൈ ഐ സജസ്റ്റ് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ആംഗിളിൽ നിന്നാണ്? നോട്ട് ടു മാസ്റ്റർ ദി സബ്ജക്ട്സ്, ബട്ട് ടു ഹാവ് എൻ ഓവർവ്യൂ ഓഫ് ലോ ഓഫ് ക്രൈംസ്, ലോ ഓഫ് കോൺട്രാക്ട്, ലോ ഓഫ് ടോട്ട്, ജൂറിസ്പ്രുഡൻസിലെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ലോ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജൂറിസ്പ്രുഡൻസിൻ്റെ ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കോഡ്സ് ഓൺ ലോ നമ്മൾ പഠിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കമാൻഡ് ഓഫ് ദ സോവറിൻ എന്ന് പറഞ്ഞത് ആരാണ്? ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ എന്നത് ഓസ്റ്റിൻ്റെ ഇത് വരികൾ. അപ്പോൾ അത് പഠിക്കുമ്പോൾ അത് ചിലപ്പോൾ കോഡ്സിൽ സഹായിക്കാൻ സാധ്യതയുണ്ട്. സോ ദീസ് ഏരിയാസ് റിലേറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തോന്നാം. ബട്ട് സ്റ്റിൽ ഐ സജസ്റ്റ് മൈ ഗുഡ് ഫ്രണ്ട്സ്, ഒരു ഓവർവ്യൂ ഈ സബ്ജക്ട്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് സെഗ്മെൻറ്റ് വിച്ച് വി ആർ ലുക്കിംഗ് അറ്റ് ഈസ് ലീഗൽ സെക്ഷൻസ്. ഇപ്പോൾ കോൺട്രാക്റ്റിലെ സെക്ഷൻ 10 ഓഫ് കോൺട്രാക്ട് സ്പീക്സ് അബൌട്ട് വാട്ട്? ഏത് സെക്ഷനാണ് കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അതേപോലെ പുതിയ മാറിയ ക്രിമിനൽ ലോസിലെ സെക്ഷൻസ്. പണ്ടാണെങ്കിൽ മേർഡർ ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ? അത് പുതിയ ന്യായസംഹിതയിൽ മേർഡർ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ചില കൊല്ലങ്ങളിൽ ഒരുപാട് സെക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അഗെയിൻ ഐ വുഡ് സേ നമ്മളങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ സാധ്യതയില്ല. പക്ഷേ ജോബ് സെക്യൂർ ലോ എമിനൻസ് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിലൂടെ നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ നിയമ പഠന യാത്ര ജോബ് സെക്യൂറിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കുട്ടികൾ ലോ കോളേജിൽ ചെന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ വി ഫെൽറ്റ് വെരി ഹാപ്പി. സെക്ഷൻസിനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ ഇത്ര ഡീപ്പായി മനസ്സിലാക്കിയതുകൊണ്ട്, എസ്പെഷ്യലി ജൂറിസ്പ്രുഡൻസിലെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ലോ ഒക്കെ സാറ് 2-3 ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ട് അത് നമ്മൾക്ക് ലോന് പഠിക്കുമ്പോൾ പോലും ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്നും പഠിച്ചത് പരീക്ഷയ്ക്ക് വരാത്തതുകൊണ്ട് വേസ്റ്റ് ആവില്ല. ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി നമുക്ക് ഉണ്ട് എന്നറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓവർവ്യൂ വരുത്തി വയ്ക്കാൻ. ലീഗൽ റീസണിങ് മുൻ വർഷങ്ങളിൽ 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ നമുക്ക് ഇല്ലസ്ട്രേഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരുന്നു മുൻ വർഷങ്ങളിൽ വന്നിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഗണ്യമായ വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അസേർഷൻ ആൻഡ് റീസൺ എന്ന മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് പറയാൻ പറ്റും 35 ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെസിഫിക് ടെസ്റ്റ്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി ഉണ്ടാക്കിയതാണ്. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഗവർണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ, റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ഗവർണർ ഈസ് 60 എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ബേസ്ഡിലാണ് ചെയ്തത്. അപ്പോൾ അസേർഷൻ റീസണോ അല്ലെങ്കിൽ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യനോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സാധാരണഗതിയിൽ സമയം നഷ്ടപ്പെടാറുണ്ട്. 200 ക്വസ്റ്റ്യനിൽ നിന്ന് 120ലേക്ക് വന്നപ്പോൾ ടൈമിൻ്റെ റഷ് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ പരീക്ഷ മാറ്റത്തിലൂടെ ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യാതെ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. IPCയിലെയും കോൺട്രാക്റ്റിലെയൊക്കെ ഇല്ലസ്ട്രേഷൻ, അതായത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മേർഡർ, എന്താണ് കൾപ്പബിൾ ഹൊമിസൈഡ്, അതിലൂടെ എന്തും കൂടെ ചേരുമ്പോഴാണ് മേർഡർ ആവുന്നത്. അത് ഒരു ഇല്ലസ്ട്രേഷനിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വെടിവെച്ചതാണെങ്കിൽ ഇങ്ങനെ, അറിയാതെ അവിടെ ആളുണ്ടെന്ന് അറിയാതെ, ഇതൊക്കെ ഇല്ലസ്ട്രേഷനിലുള്ള സാധനം. അതിനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഫ്രെയിം ചെയ്യാറുണ്ട്. അസോൾട്ട്, കൈ ഓങ്ങിയാൽ അസോൾട്ട് ആവുമോ, മേത്ത് കൊണ്ടാൽ ഹേർട്ട് ആവുന്നതോ, അല്ലെങ്കിൽ ഗ്രീവസ് ഹേർട്ടിന് എന്താണ് വ്യത്യാസം, ഇതിനൊക്കെ ഇല്ലസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ലോ എൻട്രൻസ് നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്കും ഒരു നാക്കും അറിയണമെങ്കിൽ ഐ വുഡ് സജസ്റ്റ്
ഒരുപാട് റിസോഴ്സസ് ജോബ് സെക്യൂർ ലോ എമിനൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഗൈഡിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള മുൻവർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും കുട്ടികളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ യൂട്ടിലിറ്റി ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് നമ്മൾ നിയമം പഠിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ വരുന്ന ഡിസംബർ 20 വൈകുന്നേരം 7:30 മണിക്ക് നമ്മൾ വളരെ ഉപകാരപ്രദമായ, നിങ്ങൾ ഓൾറെഡി പലയിടത്തും കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുക, നിങ്ങൾക്ക് ഈ വെബിനാർ ഗുണം ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി ആർ ഡിസ്കസിങ് ദ പോസിബിൾ കരിയേഴ്സ് ഇൻ ലോ, വി ആർ ഡിസ്കസിങ് ഓൾ ദ പോസിബിൾ എക്സാംസ് യു ക്യാൻ പ്രിപ്പയർ ഫോർ. ആ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഓരോ എക്സാമിൻ്റെയും പാറ്റേൺ മാറുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാമിലെ പാറ്റേൺ മാറുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടും അതിൻ്റെ പരീക്ഷാ തീയതി അറിഞ്ഞിട്ടും തയ്യാറെടുക്കണം. അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഈ വെബിനാറിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് എൻട്രി ഉള്ളത്. ഇറ്റ്സ് എ ഫ്രീ വെബിനാർ, സോ പ്ലീസ് ഡു രജിസ്റ്റർ. മേക്ക് യൂസ് ഓഫ് ഓൾ ദ റിസോഴ്സസ് യു ആർ ഗെറ്റിംഗ് ഫ്രം ജോബ് സെക്യൂർ ലോ എമിനൻസ്. നിങ്ങളുടെ നിയമം പഠിക്കുക എന്നുള്ള യാത്രയിലേക്ക് എന്നും സപ്പോർട്ട് ചെയ്യാൻ ജോബ് സെക്യൂർ നിങ്ങളുടെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു വളരെ ഗുണകരമായ വെബിനാറാണ് ഡിസംബർ 20 നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഓൾ ദ റിസോഴ്സസ് അവൈലബിൾ വിത്ത് ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. യു ഹാവ് എ ഗ്രേറ്റ് കരിയർ ഇൻ ദ ഫീൽഡ് ഓഫ് ലോ. താങ്ക് യു.